നിയോഗത്താലി ഭാഗം 39. ഇങ്ങനെ നനഞ്ഞ പൂച്ച നടക്കും പോലെ ഓട്ടിക്കാതെ അങ്ങ് പറപ്പിക്കെൻ്റെ ആൽഫിച്ചായോ? ഒന്നുകൂടെ ആൽഫിയോട് ഒട്ടിയിരുന്ന് വയറിൽ കൈചുറ്റി അവൾ. ഇവളെ ഇന്ന് പിറുപിറുത്തുകൊണ്ട് ആൽഫി ഒരു കൈയാലെ അവൾ ചുറ്റിപ്പിടിച്ച കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. വലിക്കും തോറും മുറുകുന്നതല്ലാതെ അയയുന്നില്ലത്. കൈയുടെ സ്പർശനത്തിൽ അവൻ്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കി ആൽഫിക്ക് അരിശം കയറി. ഡി, കൈയെടുത്ത് മാറ്റടി, കണ്ട ആണുങ്ങളുടെ അരിയിൽ കൈവെക്കാൻ ഉളുപ്പില്ലടി നിനക്ക്. പല്ലുകൾ കടിച്ചമർത്തി ഉറക്കെ മുരണ്ടവൻ. ഹ, ഇങ്ങനെ ടെമ്പർ തെറ്റാതെ ഇച്ചായൻ കൊച്ചിൻ്റെ സ്വന്തല്ലയോ? അതല്ലേ ഞാൻ ഇങ്ങനെ അങ്ങ് പിടിച്ചേക്കുന്നേ. സാധാരണ ഇങ്ങനൊന്നുമല്ലല്ലോ ഇച്ചായൻ. പെൺപിള്ളേരടുത്ത് വന്നാൽ അപ്പോൾ തന്നെ പീലി വിടർത്തുന്ന ആൾക്ക് ഇന്ന് എന്നാ പറ്റി? തൂവൽ മൊത്തം കൊഴിഞ്ഞുപോയോ? അല്പം ഹാസ്യച്ചിരിയോടെ അവൾ പറയുന്ന കേൾക്കെ ഇതിനെങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി എന്ന ചിന്തയിൽ ആൽഫി പിന്നീടൊരു അംഗത്തിനു മുതിരാതെ ബൈക്ക് പറപ്പിച്ചു വിട്ടു. KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബൈക്ക് നിർത്തുമ്പോൾ ആൽഫിക്ക് മനസ്സിൽ ഒരു മഴ പെയ്തു തോർന്ന ആശ്വാസം തോന്നി. പുറകിലിരുന്നുള്ള ചിലപ്പ് ഇതോടെ അവസാനിച്ചെന്നോർക്കെ ആശ്വാസത്തോടെ പുറകിൽ നിന്നിറങ്ങുന്നവളെ നോക്കി. ഇപ്പോഴും കണ്ണ് മാത്രമേ കാണാനുള്ളൂ, ബാക്കിയൊക്കെ മറച്ചു കെട്ടി വെച്ചിരിക്കുക. എന്നാലും ആരായിരിക്കും ഇവൾ? എല്ലാവരെയും ഇവൾക്കറിയാം. മുഖം കാണാത്തത് കൊണ്ട് തന്നെ ആരാണെന്ന് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. വായി നോക്കി പുറകെ നടന്ന ഒട്ടുമിക്കത്തിൻ്റെയും ശബ്ദം പോലും അറിയാം. പക്ഷെ ഇതേ അങ്ങനെ കേട്ട് പരിചയം തോന്നുന്നില്ല. അപ്പോൾ ശരി ഇച്ചായ, ഞാൻ അങ്ങ് പോയേക്കുവാന്നേ, ബസ് വന്ന് നിൽപ്പുണ്ട്. യാത്ര പറയുന്നവളോട് താല്പര്യമില്ലാത്ത പോലെ മൂളുമ്പോഴും ആ മുഖമൊന്ന് കാണാൻ അവന് ഉള്ളിലൊരു ആഗ്രഹം തോന്നി. നടന്നകലുന്നവളോട് അതുവരെ തോന്നിയ അനിഷ്ടം മാറി മൃദുവികാരം നിറയുന്നതവൻ അറിഞ്ഞു. മുൻപോട്ട് നടന്നവൾ കുറച്ചു ദൂരം എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോഴും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാതെ അവളെ നോക്കി നിൽക്കുന്ന ആൽഫിയെ കാണെ അവൾ പിന്തിരിഞ്ഞു വന്നു. അവൾ അടുത്തേക്ക് വരുന്നത് അറിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന മുഖഭാവം മാറ്റി ഗൗരവം നിറച്ചു അവൻ. അതെ, ഇച്ചാൻ നേരത്തെ പറഞ്ഞില്ലയോ കണ്ടവന്മാരുടെ അരയിൽ പിടിക്കാൻ ഉളുപ്പില്ലയോന്ന്? ആ പറഞ്ഞത് ഇച്ചിരി നേരാട്ടോ. ഈ ആളുടെ അരയിൽ പിടിക്കാൻ എനിക്ക് ഉളുപ്പില്ല ലേശം ഇല്ല. ഇയാളെ എനിക്ക് സ്വന്തമാണ്. ഈ അരയിൽ കൈവയ്ക്കാനും ഈ ബൈക്കിന് പിറകിലിരിക്കാനും ഇനി വേറൊരു പെണ്ണിനെ നോക്കണ്ട. ഇയാളെ ഞാൻ അങ്ങ് കിട്ടിക്കോളാം. എൻ്റെ കോഴിക്കൊച്ച് കുത്തിരുന്നാലോചിച്ച് ഒരു പോസിറ്റീവ് മറുപടി തന്നേച്ചാൽ മതി കേട്ടോ. പിന്നെ ഇനി വേറൊരുത്തി ഈ കണ്ണോണ്ട് നോക്കി ഈ കണ്ണ് ഞാനങ്ങ് കുത്തിപ്പൊട്ടിക്കും. എന്നാൽ പിന്നെ ഇച്ചായനങ്ങ് വിട്ടോ, ഞാനും പോയേക്കുവാ. ആൽഫിയുടെ നെഞ്ചിൽ വിരൽ കുത്തി അസ്സലായി പ്രപ്പോസ് ചെയ്തവളെ നോക്കി ഞെട്ടലോടെ നിൽക്കുന്നവൻ അവസാനം അവൾ പോയേക്കുക എന്ന വാക്കിലാണ് സ്വബോധത്തിൽ വന്നത്. കൊച്ചിൻ്റെ പ്രപ്പോസൽ ആൽഫിക്ക് വല്ലാതങ്ങ് പിടിച്ചുപോയി. കള്ളച്ചിരിയോടെ മീശത്തുമ്പ് കടിച്ചു നോക്കുമ്പോഴേക്കും അവൾ ബാഗും എടുത്ത് ബസ്സിനടുത്തേക്ക് നടന്നിരുന്നു. ആൽഫി വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ടേക്കെടുത്ത് അവളുടെ മുൻപിൽ വിലങ്ങനെ നിർത്തി. അങ്ങനെ അങ്ങ് മാസ് ഡയലോഗ് അടിച്ചേച്ച് ഇച്ചായൻ്റെ കൊച്ചങ്ങ് പോവാതെ. ഇച്ചായന് പറയാനുള്ളതോടി കേൾക്കുന്നേ. ഇച്ചായൻ്റെ കൊച്ചെന്ന അവൻ്റെ പറച്ചിൽ കേട്ട് പുറമേ കാണുന്ന ആ കുഞ്ഞി കണ്ണുകൾ തിളങ്ങി. അത് ആൽഫിക്ക് മനസ്സിലായി. അത് കാണെ ആൽഫിയുടെ ഉള്ളിൽ കുറുമ്പ് നിറഞ്ഞു. അങ്ങനെ നീ മാത്രം അങ്ങ് ഇഷ്ടപ്പെട്ടാൽ മതിയോ? എനിക്കിവിടെ തോന്നണ്ടേ? എനിക്ക് നിന്നെ കണ്ടിട്ട് അങ്ങനെ ഒന്നും വരുന്നില്ലല്ലോ കൊച്ചേ, ആൽഫി നിസ്സാരഭാവത്തിൽ പറഞ്ഞു. അതാണോ ഇച്ചായൻ്റെ പ്രശ്നം? അതൊക്കെ ഞാനങ്ങ് വരുത്തിക്കോളാം, സില്ലി മാറ്റർ. ഈ കോഴിയെ വളച്ച് കൂട്ടിൽ കയറ്റാൻ വലിയ പാടൊന്നുമില്ലിച്ചായോ. അവളുടെ ആക്ഷൻ ഇട്ടുള്ള പറച്ചിൽ കേൾക്കെ ആൽഫി ഒന്നുകൂടെ ഉഷാറായി. ഓഹോ, അങ്ങനെയാണോ? എന്നാലൊരു കൈ നോക്കാം. അല്ല, കൊച്ചെങ്ങനെ എന്നെ വളക്കും? നമ്മളിന്ന് പിരിഞ്ഞാൽ പിന്നെ എങ്ങനെ കാണും? എനിക്കാണെങ്കിൽ കൊച്ചിൻ്റെ മുഖം പോലും അറിയത്തില്ല. അവളെ വീണ്ടും വീണ്ടും കാണാനും സംസാരിക്കാനും അവനുള്ളം കൊതി പൂണ്ടു തുടങ്ങി. അതിനല്ലയോ ഇച്ചായ ഈ ഫോൺ? കയ്യിലെ ഫോൺ ഉയർത്തി നമ്പർ ഡയൽ ചെയ്തവൾ. അടുത്ത നിമിഷം ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തു. ആൽഫി ഫോൺ എടുത്ത് അതിശയത്തോടെ അവളെ നോക്കി. ഇങ്ങനെ കണ്ണ് തുറച്ച് നോക്കണ്ട, ഇതിൻ്റെ നമ്പറാ, മൈൻ എന്നങ്ങ് സേവ് ചെയ്ത് വെക്കിച്ചായ, പ്രണയത്തോടെ പറഞ്ഞവൾ. ആൽഫിയുടെ കണ്ണിലും മിന്നി പ്രണയത്തിനംശം.
അപ്പോൾ ഇനി എനിക്ക് പോവാലോ അല്ലേ? പറഞ്ഞുകൊണ്ട് പോകാൻ തിരിഞ്ഞ അവളുടെ കയ്യിൽ പിടിച്ചു ആൽഫി. ഡി, മുഖമൊന്ന് കാണിച്ചേച്ചു പോ. കൊതിയോടെ ആ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടവൻ ആവശ്യപ്പെട്ടു. അത് വേണോ? ഇച്ചായൻ കണ്ടുപിടിക്കുന്നതല്ലയോ അതിൻ്റെ ഒരു ത്രില്ല്? കാണിച്ചില്ലേൽ ഉറപ്പായി ഇയാളുടെ കോള് ഞാൻ എടുക്കല കേട്ടോ. ഇത്തിരി വാശി നിറഞ്ഞു ആൽഫിയിൽ. അത് അവൾക്കും ശരിക്കും മനസ്സിലായി. അയ്യോടാ, ദേഷ്യം വന്നല്ലോ ഇച്ചായനെ. എപ്പോഴായാലും എൻ്റെ ഇച്ചായൻ കാണാനുള്ളതല്ലയോ. ഇപ്പോൾ തന്നെ കണ്ടെന്ന് വെച്ച് എനിക്കെന്നാ? ദാ നോക്കിക്കോ. പറഞ്ഞുകൊണ്ടവൾ ആൽഫിയുടെ കൈ വിടുവിച്ചു തലയിൽ മറച്ചു വെച്ചിരുന്ന ദുപ്പട്ട മാറ്റി. മിനുമിനുത്ത നീളമുള്ള കോലൻ മുടി പതുക്കെ കാറ്റിൽ പറന്നു തുടങ്ങി. മുഖത്തെ മാസ്ക് കൈകൊണ്ട് നീക്കുമ്പോഴേക്കും പറന്നു കളിക്കുന്ന മുടി അവളുടെ മുഖത്തെ പാതി മറച്ചു. ആൽഫിയുടെ കണ്ണുകൾ പാതി വെളിവായ അവളുടെ ചുണ്ടിലേക്കും താടിയിലേക്കും നീണ്ടു. ഇതുവരെ വായി നോക്കിയ പോലെയല്ല, അതിനപ്പുറം ഉള്ളൊരു ഫീലിങ്സ്. സ്വന്തമാണെന്നൊരു പോലൊരു തോന്നൽ. ഇവൾക്കപ്പുറം വേറെ ഒരാൾ ഇല്ലെന്ന മനസ്സ് പറയും പോലെ. മുടിയിഴകളാൽ മറഞ്ഞ മുഖം അവൾ കൈവിരലുകളാൽ നീക്കം ചെയ്യുമ്പോൾ ആൽഫിയുടെ കണ്ണുകൾ ആകാംക്ഷയാൽ വിടർന്നു. മുന്നിൽ വെളിവായ മുഖത്തെ അവനൊരു ഞെട്ടലോടെ നോക്കി. മേഘ. കിരൺ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ രണ്ടുപേരും കൂടി അരിമണി വിതറി വീഴ്ത്താൻ നോക്കിയ മുതൽ. പക്ഷേ അന്നത്തെ ഇവളുടെ പെരുമാറ്റവും ഇപ്പോഴത്തെ പെരുമാറ്റവും ഒന്നും മാച്ചാവാതെ പോലെ. സംശയത്തോടെ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കുമ്പോഴേക്കും കണ്ണുകളൊന്ന് ചിമ്മി അവൻ്റെ മുൻപിൽ നിന്നും അവൾ ഓടി മറഞ്ഞു. വണ്ടി നിർത്ത്. അരിശത്തോടെ സച്ചു പറയുമ്പോഴേക്കും കൂസലേതുമില്ലാതെ മനു അടുത്ത കുഴിയിലേക്ക് വണ്ടി ചാടിച്ചു. കുഴിയിലേക്ക് വീണ ആഘാതത്തിൽ മാറിടം അവൻ്റെ പുറത്ത് അമർന്നു പോയി. ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി സച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു. തന്നോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നു? നിന്നോടല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത്? ദേഷ്യത്തോടെ ഉള്ള ശക്തിയെല്ലാം എടുത്ത് അവൻ്റെ ഷോൾഡറിൽ അടിച്ചു സച്ചു. വണ്ടി മനുവിൻ്റെ കയ്യിൽ നിന്നൊന്ന് പൊളഞ്ഞു. അടങ്ങിയിരി സച്ചു, വണ്ടി കയ്യിൽ നിന്ന് പോവും. കളിയോടെ പറഞ്ഞുകൊണ്ട് അവൻ സ്പീഡ് കുറച്ചു. സച്ചു കിടന്നു പിടക്കുന്ന കാരണം അധികം സ്പീഡിൽ പോയാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയാലോ എന്നൊരു സംശയമുണ്ടവന്. നീ വണ്ടി നിർത്തുന്നുണ്ടോ അതോ ഞാൻ ചാടണോ? ചാടാനൊരുങ്ങിയ പോലെ സച്ചു മുൻപോട്ടേക്ക് കാഞ്ഞു. അവളുടെ ഇരുത്തം കണ്ടവൻ ബൈക്ക് റോഡിനോരത്ത് നിർത്തി. നീ ഇതെന്താടി കാണിക്കുന്നത്? തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ പുറകെ വരുന്ന വണ്ടിക്കടിയിൽ അടവച്ചേനെ. വാശി കാണിക്കാതെ മര്യാദയ്ക്ക് കയറി ഇരിക്ക് സച്ചു. അല്പം ദേഷ്യത്തോടെ സച്ചുവിൻ്റെ നേർക്ക് ചാടിയവൻ. അങ്ങനെ ചാവുന്നുണ്ടെങ്കിൽ അങ്ങ് ചാവട്ടെ. നിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്നതിലും ഭേദാതാ. എന്നോട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നിനക്ക് യാതൊരു കൂസലുമുണ്ടോ? മനസ്സറിഞ്ഞ ഒരു ക്ഷമ പോലും നീ എന്നോട് ചോദിച്ചിട്ടില്ല. എൻ്റെ ഉള്ളറിയാനോ എൻ്റെ വേദന അറിയാനോ അത് മാറ്റി എന്നുള്ളിൽ ഒരു സുരക്ഷിതത്വം നിറക്കാനോ ഒന്നും നീ ശ്രമിച്ചിട്ടില്ല. കുറച്ച് റൊമാൻസും കാണിച്ച് എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഈ ശരീരത്തിന് വേണ്ടിയാണോ? ആണെങ്കിൽ ഇനി എൻ്റെ ശരീരത്തെ തൊട്ട നീ വിവരം അറിയും. നിന്നോട് എനിക്ക് ഒന്നുമില്ല. ഇന്ന് നിൻ്റെ കൂടെ ഈ ബൈക്കിൽ കയറിയത് ഇഷ്ടം കൊണ്ടല്ല. നമുക്കിടയിലുള്ള പ്രശ്നത്തിൻ്റെ ആഴം മറ്റുള്ളവരെ അറിയിക്കേണ്ട എന്ന് കരുതി മാത്രമാണ്. എന്നിട്ട് സമാധാനമായി യാത്ര ചെയ്യാൻ പോലും നീ സമ്മതിക്കുന്നുണ്ടോ എന്നെ? മതിയായി, എനിക്ക് നിൻ്റെ കൂടെയുള്ള ഈ യാത്ര മതിയായി. എനിക്കറിയാം എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി. പറഞ്ഞുകൊണ്ടവൾ ഷോൾഡർ ബാഗ് നേരെയിട്ട് മുൻപോട്ട് നടന്നു. മനുവിൻ്റെ മുഖം ആകെ നിരാശയാൽ മൂടി. അറിയാം അവളോട് ചെയ്തത് തെറ്റാണ്. കഴിഞ്ഞു പോയത് മാറ്റി എഴുതാനാവില്ലാലോ. ഉള്ളിൽ ആ കുറ്റബോധമുണ്ട്, സങ്കടമുണ്ട്, അമർഷമുണ്ട്. ഒന്നും അവളിലേക്ക് എങ്ങനെ എത്തിക്കുമെന്ന് മാത്രം അറിയില്ല. ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷേ ഒന്നുപോലും അവൾ ചെവികൊള്ളാത്തതല്ലേ. ഇനി എങ്ങനെയാണ് മാപ്പ് പറയേണ്ടത്? കാലു പിടിക്കാനാണോ? അതാണെങ്കിൽ അതും ചെയ്യാൻ തയ്യാറാണ്. അകന്നു നിൽക്കുന്ന സച്ചുവിനെ തിരിച്ചു കിട്ടാൻ എന്തും ചെയ്യാൻ ഇപ്പോൾ അവൻ ഒരുക്കമാണ്. ഇപ്പോൾ ഇങ്ങനെ പെരുമാറിയത് പോലും അവൾക്ക് വേണ്ടിയല്ലേ? പണ്ടത്തെ പോലെ കുറുമ്പ് കാണിച്ച് അവളുടെ ഉള്ളിലെ പേടിയൊക്കെ മാറ്റി ചിയറപ്പ് ചെയ്യാമെന്ന് മാത്രമല്ലേ കരുതിയുള്ളൂ. അവൾ അതും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സങ്കടത്താൽ കണ്ണ് നിറഞ്ഞു പോയവന് മുൻപോട്ട് നടക്കുന്ന സച്ചുവിൻ്റെ മുൻപിൽ നിറകണ്ണുകളോടെ ബൈക്ക് കൊണ്ട് നിർത്തി മനു. സോറി സച്ചു, ഇനി അങ്ങനെയൊന്നും ഞാൻ പെരുമാറില്ല. നീ കയറ് മോളെ.
നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ സച്ചുവിൻ്റെ ഉള്ളമൊന്ന് തുടിച്ചു. എത്രയൊക്കെ അകറ്റി നിർത്തിയാലും ഈ കാണുന്നവൻ തൻ്റെ പ്രാണനാണ്. ആ കണ്ണ് നിറഞ്ഞാൽ പിടയ്ക്കുന്നത് അവൾ ഉള്ളമാണ്. എങ്കിലും സച്ചു തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാത്രം പിന്മാറിയില്ല. അത്ര വേഗം ക്ഷമിക്കാൻ കഴിയുന്നതല്ല അവൻ്റെ പ്രവൃത്തി. ജീവിതത്തിൽ പോലും ഇപ്പോൾ ഈ കൂട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടല്ലേ ഈ യാത്രയിൽ എനിക്കറിയാം എൻ്റെ വീട്ടിൽ പോകാൻ. അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് മുൻപിൽ കാണുന്ന ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു സച്ചു. സ്റ്റോപ്പിലേക്ക് കയറിയത് കണ്ട് ബൈക്ക് വീണ്ടും റോഡ് സൈഡിലേക്ക് കയറ്റി വെച്ചു അവൻ. സ്റ്റാൻഡിലിട്ട് ബൈക്കിൽ നിന്നിറങ്ങുമ്പോഴേക്ക് അവൻ്റെ നിർഭാഗ്യത്തിന് പാലക്കാടേക്കുള്ള ബസ് സ്റ്റോപ്പിൽ നിർത്തുകയും ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ സച്ചു ആ ബസ്സിലേക്ക് കയറുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ ബസ് മുൻപോട്ടേക്ക് കുതിച്ചു പാഞ്ഞപ്പോൾ അന്തം വിട്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ മനുവിന്. ബസ് മുൻപോട്ടെടുത്തപ്പോഴാണ് പറ്റിയ അബദ്ധം സച്ചുവിന് മനസ്സിലാവുന്നത്. ഇരിക്കാനൊരു സീറ്റ് പോലുമില്ല, കൂടാതെ അല്പം തിരക്കുമുണ്ട്. അവൾ മുൻപോട്ട് നിന്ന് മുകളിലെ കമ്പിയിൽ പിടിച്ചു. ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്ക് ആ യാത്ര അരോചകമായി തോന്നിയില്ല. മനുവിൻ്റെ കൂടെ അത്തരത്തിലൊരു യാത്ര നടത്തുന്നതിലും സമാധാനം അവൾക്ക് ആ ബസ്സിൽ തോന്നി. അവൾക്ക് തോന്നിയ ആ സമാധാനമൊക്കെ അല്പനേരത്തേക്ക് മാത്രമായിരുന്നു. പ്രൈവറ്റ് ബസ്സും ഓട്ടോയും ടാക്സിയും ഒക്കെ പണിമുടക്കിയതിനാൽ പിന്നീടുള്ള മിക്ക സ്റ്റോപ്പിലും KSRTCയുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് നിർത്തുകയും കൂടുതൽ ആളുകൾ കയറുകയും ചെയ്തു. സമയം കഴിയും തോറും തിക്കും തിരക്കുമായി സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതായി. നിന്ന സ്ഥലത്ത് നിന്ന് സച്ചുവിനെ ആരൊക്കെയോ ഉന്തിയും തള്ളിയും പുറകിലേക്ക് നീക്കി. നീങ്ങി അവസാനം കുറച്ചു പുറകിലായി ആണുങ്ങൾക്കിടയിലാണ് സച്ചു എത്തപ്പെട്ടത്. ആളുകളുടെ തിക്കും തിരക്കും ബഹളവും വിയർപ്പുനാറ്റവും എല്ലാം കൊണ്ടും സച്ചു ആകെ പെട്ടുപോയി. കുറച്ചു ദൂരം കൂടി മുൻപോട്ട് പോയപ്പോഴാണ് അവളുടെ മാറിൽ ഒരു കൈ ഇഴയുന്നത് പോലെ തോന്നിയത്. ഞെട്ടി താഴേക്ക് നോക്കുമ്പോഴേക്കും ആ കൈ പിൻവലിഞ്ഞു. പുറകിലേക്ക് തല ചലിപ്പിക്കാനാകുന്നില്ലെങ്കിൽ കൂടി അവൾ ആഞ്ഞൊന്ന് ചെരിഞ്ഞു നോക്കി. പുറകിൽ നിറയെ ആണുങ്ങളാണ്. എല്ലാവരും തിങ്ങി ഞെരിഞ്ഞാണ് നിൽക്കുന്നത്. എല്ലാവരുടെ മുഖത്തൂടെയും അവളുടെ കണ്ണുകളൊന്ന് പാഞ്ഞു. ആരിലും യാതൊരു ഭാവഭേദവുമില്ല. പുറകിലും സൈഡിലും ഒക്കെ കണ്ണുകൾ സസൂക്ഷ്മം നീങ്ങി. എവിടെയും അസ്വാഭാവിക ചലനങ്ങളൊന്നും തന്നെ കണ്ടില്ല. ആരുടെ കൈകളാണെന്ന് തിരിച്ചറിയാനായില്ല. ഇനി അറിയാതെ പിടിച്ചതാണോ? ഒന്നും അറിയില്ല. അത്രയ്ക്കുണ്ട് തിരക്ക്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും പിന്നീട് അങ്ങനെയൊന്നും അനുഭവപ്പെടാത്തതിനാൽ അറിയാതെ ആരോടോ കൈവച്ചു പോയതാകുമെന്ന് കരുതിയവൾ ബസ് വീണ്ടും മുൻപോട്ട് നീങ്ങിത്തുടങ്ങി. തിങ്ങി ഞെരിഞ്ഞുള്ള നിൽപ്പിൽ അവൾക്ക് വല്ലാതൊരു ക്ഷീണം തോന്നി. കണ്ണുകൾ മാടിപ്പോകുന്നത് പോലെ തോന്നുമ്പോഴാണ് കാൽത്തുടയിലേക്ക് എന്തോ അരിച്ചു കയറും പോലെ അവൾക്ക് തോന്നിയത്. കാലൊന്ന് കുതറിച്ചപ്പോൾ അതങ്ങനങ്ങ് പോയി. സച്ചുവിൻ്റെ വയറിൽ ഒരു തീഗോളം രൂപപ്പെട്ടു. ഇത് തോന്നലല്ല, ആരോ തൻ്റെ ശരീരത്തിൽ മനഃപൂർവ്വം തൊടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. സച്ചുവിൻ്റെ തൊണ്ട വല്ലാതെ ആറിപ്പോയി. പെട്ടെന്നൊരു തുരുത്തിൽ അകപ്പെട്ട പോലെ അവൾ വെപ്രാളപ്പെട്ടു. ഒരു ഉപദേശം പോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ നമ്മൾ സ്വയം പറഞ്ഞാലും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താലും മിക്കവരും അത്തരം സിറ്റുവേഷൻ എത്തുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാനാവാത്ത വിധം പകച്ചു പോകും. സച്ചുവും അതേ ഒരു അവസ്ഥയിലാണ്. സച്ചുവും അല്പം പാനിക്കായി. തൊണ്ടയിൽ ശബ്ദം കുരുങ്ങിപ്പോകും പോലെ, കൈവിരലുകൾ ചലിക്കാനാകാതെ വിധം ബന്ധിച്ച പോലെ. വല്ലാത്തൊരു വിറയിൽ അവളുടെ ഉള്ളമാകെ കിടുക്കിക്കളഞ്ഞു. ഒച്ചയിട്ടാൽ, എതിർത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത്രയും തിരക്കിനിടയിൽ അട്ടിക്കട്ടിക്ക് വിറക് കൂട്ടിയ പോലെ നിൽക്കുന്ന ആളുകൾക്കിടയിൽ തട്ടിപ്പോകുന്നതും തൊട്ടുപോകുന്നതും സ്വാഭാവിക സ്പർശനമായി ആളുകൾ ചിന്തിക്കുമോ? ഇപ്പോൾ താൻ മനുവേട്ടൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരു നിമിഷം പലവിധ ചിന്തകൾ. കണ്ണുകൾ പതിയെ നിറഞ്ഞു. പിന്നെ അതിലൊരു തീക്കനൽ തെളിഞ്ഞു. എല്ലാത്തിനും ഒടുവിൽ ചിന്തകൾക്ക് ശക്തി പകർന്നപ്പോൾ കൈവിരൽ ഷാളിൻ്റെ പിന്നിനെ തേടി. ആദ്യം സ്വയം പ്രതിരോധിക്കാം. എന്നിട്ടും അടങ്ങിയില്ലെങ്കിൽ അവനെ അടക്കാൻ ചുറ്റുമുള്ളവരുണ്ടെങ്കിലോ? ഇനിയില്ലെങ്കിൽ പോലീസും നിയമവും ഒക്കെ ഉണ്ടല്ലോ ഈ നാട്ടിൽ, അവരുണ്ടാകും കൂടെ. സച്ചു ഒരു ഉറപ്പോടെ പിന്നിനെ അമർത്തിപ്പിടിച്ചു കൈവിരലിനുള്ളിൽ.
സ്റ്റോപ്പിൽ നിർത്തി കുറച്ച് ആളുകളെ കൂടി എടുത്തതോടെ വീണ്ടും തിരക്ക് കൂടി. ബസ് മുൻപോട്ട് എടുത്ത നിമിഷം തന്നെ വീണ്ടും ആ ദുഷിച്ച വിരലുകൾ അവളെ തേടിയെത്തി. കാൽത്തുടയിൽ തൊട്ട നിമിഷം തന്നെ അവളുടെ പിന്മുന ശക്തമായി ആ വിരലുകളിൽ ചിത്രപ്പണി നൽകിക്കഴിഞ്ഞു. വീണ്ടും ഒന്നുകൂടെ ആയുമ്പോഴേക്കും എരിച്ചൽ വലിക്കുന്ന ശബ്ദത്തോടെ ആ വിരലുകൾ വേദനയോടെ തിടുക്കത്തിൽ അവളിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞിരുന്നു. സച്ചുവിൽ വല്ലാത്തൊരു സംതൃപ്തി നിറഞ്ഞു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇതിനാണോ താൻ വിറച്ചുപോയത്? ആ ഞരമ്പനെ ഒതുക്കാൻ തൻ്റെ പിൻ തന്നെ ധാരാളം. ഇനി ആ വിരലുകൾ അവളെ തേടില്ലെന്ന് ഉറപ്പായിരുന്നു അവൾക്ക്. അത്രയ്ക്കുണ്ട് ആദ്യത്തെ കുത്തു തന്നെ. സച്ചുവിൽ ആശ്വാസം നിറഞ്ഞു. എങ്കിലും ഒരു സങ്കടം അവൾക്കുള്ളിൽ ഉരുവായിക്കൊണ്ടിരുന്നു. ഇത്തരത്തിലൊരു സ്പർശനം അവൾക്ക് ആദ്യാനുഭവമാണ്. വിവാഹം വരെ അച്ഛനും അതിനുശേഷം മനുവും എല്ലാ തിരക്കിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കേട്ടറിവ് മാത്രമുണ്ടായ കാര്യം അവളിലേക്ക് എത്തിയപ്പോൾ അവൾക്കുള്ളിൽ വല്ലാതൊരു പേടി നിറച്ചു. ഒരു നിമിഷം മനുവിൻ്റെ സാമീപ്യം അവൾ വല്ലാതെ കൊതിച്ചുപോയി. അടുത്തില്ലെന്നറിയുന്നത് കൊണ്ട് തന്നെ ഒരു നിശ്വാസത്തോടെ ആ തിരക്കിൽ ഉള്ളിലെ അസ്വസ്ഥത അടക്കി വെച്ചവൾ നിന്നു. നിമിഷങ്ങൾ കടന്നുപോകെ അവളുടെ അരക്കെട്ടിലേക്ക് വീണ്ടും ഒരു കൈയമർന്നു. കൂടെ ഒരു ബലമുള്ള ശരീരവും. സച്ചു ഒന്നാകെ ഞെട്ടിപ്പോയി. ധൈര്യത്തോടെ തൻ്റെ പുറകിൽ അമർന്ന പുരുഷൻ ശരീരത്തെ അവൾക്ക് അറപ്പ് തോന്നി. നിറഞ്ഞ കണ്ണുകളുടെ സങ്കടം കൊണ്ട് വിറക്കുന്ന ചുണ്ടുകളെ അവൾ പല്ലുകളാൽ കടിച്ചമർത്തി. അവസാനത്തെ സ്വയം പ്രതിരോധമെന്നോണം അവൾ പിന്നിൽ വീണ്ടും പിടിമുറുക്കി. പിന്മുനയിൽ അവളുടെ മുഴുവൻ ശക്തിയും ആവാഹിച്ച് അരക്കെട്ടിൽ വിശ്രമിക്കുന്ന കൈവിരലിലേക്ക് ആഞ്ഞു കുത്തി സച്ചു. ഉപ്സ്, എൻ്റെ കൈ നീ കുത്തിപ്പൊട്ടിക്കൂ എൻ്റെ സച്ചുട്ടി. ചെവിക്കരികിൽ കേട്ട ശബ്ദത്തിൽ സച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ചോര പൊടിഞ്ഞ കൈവിരൽ ഉയർത്തി നോക്കിക്കൊണ്ട് സച്ചുവിനെ നോക്കി ഒരു കൂറുമ്പൻ ചിരിച്ചു നിൽക്കുന്ന മനു. ആ ഒറ്റൊരു നിമിഷ കാഴ്ചയിൽ അവളുടെ ഉള്ളാകെ കുളിർന്നു. കണ്ണുനീരിനാൽ നിറഞ്ഞ മിഴിയിണകളിൽ ആ നിമിഷം നിറഞ്ഞു നിന്നത് മനുവാണ്. അവൻ മാത്രമാണ്. സങ്കടത്താൽ വിറകൊണ്ട കവിളിണകൾ സന്തോഷത്താൽ വിറപൂണ്ടു തുടങ്ങി. കണ്ണിമയ്ക്കാതെ ഉള്ള സച്ചുവിൻ്റെ നോട്ടം കണ്ട് മനു എന്താണെന്ന ചോദ്യത്തോടെ പുരികമുയർത്തി. ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി നേർത്ത ചിരിയോടെ മുൻപോട്ട് നോക്കി നിന്നു സച്ചു. മനുവിൻ്റെ കൈക്കുള്ളിൽ ആ സംരക്ഷണത്തിൽ അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്ന് സമാധാനത്തോടെ പുറത്തെ കാഴ്ചകളിലേക്ക് മിഴിനട്ടവൾ. സമാധാനം നിറഞ്ഞ മനസ്സോടെ കാഴ്ചകൾ നോക്കി നിന്ന സച്ചുവിനെ ഉണർത്തിയത് ആരുടെയോ വേദന തിങ്ങിയൊരു നിലവിളിയാണ്. ആകാംക്ഷയോടെ മനുവിൻ്റെ കൈവിടവിലൂടെ അവൾ തിരിഞ്ഞു നോക്കി. ആ തിരക്കിനിടയിലും അവൾ ആ ചിത്രം വ്യക്തമായി കണ്ടു. നിലവിളിയോടെ ഒടിഞ്ഞ് മാറിയ തൻ്റെ ഇടതുകരം താങ്ങിപ്പിടിച്ചുകൊണ്ട് ബസ് നിർത്താൻ ഒരു മധ്യവയസ്കൻ നിലവിളിക്കുന്നതും അയാൾ ആ തിരക്കുകൾക്കുള്ളിലൂടെ വേഗത്തിൽ ബാക്ക് സൈഡിലൂടെ പുറത്തേക്കിറങ്ങുന്നതും ഒട്ടൊരു സന്തോഷത്തോടെ സച്ചു നോക്കി നിന്നു. ഇപ്പോൾ അറിയാം അയാൾ ആരാണെന്ന്, അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന്. സച്ചുവിൻ്റെ കണ്ണുകൾ മനുവിൻ്റെ കണ്ണിലേക്ക് കുരുത്തു. പതിഞ്ഞ ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മിയവൻ. പെട്ടെന്ന് തന്നെ മുൻപോട്ടേക്ക് മുഖം തിരിച്ച അവളിലും വിരിഞ്ഞൊരു നേർത്ത പുഞ്ചിരി. ഒരിക്കൽ തനിച്ചാക്കിപ്പോയെന്ന് കരുതി ഞാൻ എന്നും അങ്ങനെ ചെയ്യുമെന്ന് കരുതിയോ എൻ്റെ സച്ചുട്ടി? നേർത്ത നിശ്വാസത്തിൽ കുറ്റബോധം നിഴലിച്ച ശബ്ദത്തിൽ മനു പറയുമ്പോൾ ഉള്ളിലെ മഞ്ഞുമലയിൽ ഉരുക്കം തട്ടി തുടങ്ങിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മറുപടി പറഞ്ഞില്ലെങ്കിലും അവൾക്കറിയാം അവൻ ഇനി ഒരിക്കലും അവളെ തനിച്ചാക്കില്ലെന്ന്. തുടരും. സച്ചു ഇത്ര വേഗം ക്ഷമിച്ചു എന്ന ചോദ്യത്തിന് പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ മിക്ക പ്രശ്നങ്ങളും ഒരു മഞ്ഞുമല പോലെയാണല്ലേ. കനത്ത കട്ടിയിൽ അത് ഉയർന്നു നിൽക്കുമെങ്കിലും മനസ്സ് നിറഞ്ഞൊരു വാക്കിലോ നോക്കിലോ ചേർത്ത് നിർത്തലിലോ ഉരുകിത്തുടങ്ങുന്ന പാളികൾ നിറഞ്ഞതാണ് അവർക്കിടയിലെ പരിഭവങ്ങൾ. ഇനി അതൊന്നുമല്ലെങ്കിലും ഇത് കഥയല്ലേ മക്കളെ. എത്ര നേരം രണ്ടിനെയും ഞാനിങ്ങനെ വഴക്ക് പിടിപ്പിച്ച് നിൽക്കും? എല്ലാത്തിനെയും കൂട്ടിൽ കയറ്റി ഇതൊന്ന് തീർക്കണ്ടേ എനിക്ക്? അപ്പോൾ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻ്റ് ഇടാനും. കമൻറ്റ് പിശുക്കല്ല കേട്ടോ. കനത്ത കമൻറ്റുകൾ കിട്ടുമ്പോഴാണ് നല്ല നല്ല പാട്ടുകൾ എനിക്ക് തരാൻ തോന്നുക. അപ്പോൾ വീണ്ടും നാളെ കാണാം. അപ്പോഴേക്കും നിറയെ കമൻസ് തരിക. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.